ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് കാണത്തില്ല, അടിപൊളി ഒരു കൊളക്കട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ വീഡിയോസായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇത് ഗോതമ്പവും അതുപോലെ പാലും ഒക്കെ കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അടിപൊളി ഒരു ഐറ്റമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോഴത്തേക്ക് ചാനലിലേക്ക് വരിക. അപ്പോൾ ഇതൊരു അടിപൊളി ഒരു ഐറ്റമുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, നമ്മൾ ആ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഗോതമ്പ് മാവാണ് കേട്ടോ. നമുക്കൊരു 400 ml ഗോതമ്പ് മാവ്, അതൊരു 1/2 കിലോ വേണ്ട, കുറച്ച് താഴെ കേട്ടോ. 400 ml ഗോതമ്പ് മാവ് നമുക്കത് തട്ടിയിട്ട് കൊടുക്കരുത് കേട്ടോ. ഗോതമ്പ് മാവ് നമുക്ക് 400 മതി. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു 400 ml എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് നമുക്ക് തീയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് റെഡിയാക്കി ഇതിനെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കത് ജസ്റ്റ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നമുക്കത് തേങ്ങയുണ്ട്, തേങ്ങ നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ മേടിച്ച് നമുക്കൊരു 1/4 ഭാഗം തേങ്ങ ചിരുകി എടുത്താൽ മതി കേട്ടോ. 1/4 ഭാഗം മാത്രം മതിയാവും. അപ്പോൾ തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തിട്ട് നമുക്കത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് നമുക്ക് വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ചെറിയ സ്പൂണിലേക്ക് 1 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മതിയാകും. പിന്നെ അതിനകത്ത് നെയ്യാണ്. നെയ്യ് നമുക്കിതാ 1 സ്പൂൺ കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്കിതാ കൃത്യമായിട്ടുള്ള അളവും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നല്ല ഒരു സ്വാദ് കഴിക്കാൻ പറ്റുന്ന കിടിലം വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ ഇനി നമുക്കിതാ ചൂട് വെള്ളമാണ് കേട്ടോ. ചൂട് വെള്ളം കുഴയ്ക്കാനായിട്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് കൈവശം നന്നായിട്ടൊന്ന് പെരവി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഒരു ബോളാക്കി മാറ്റേണ്ടി വരും കേട്ടോ. ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടെ വെള്ളം ചേർത്ത് തന്നെ മിക്സാക്കിയത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി മാറ്റണം കേട്ടോ. ഇനി നമുക്കതിൽ ചെറിയ ബോൾസ് ആക്കി മാറ്റാം കേട്ടോ. കൈവശനെ ഇങ്ങനെ പരത്തിയിട്ട് ചെറിയ ബോൾസ് ആക്കി മാറ്റാം കേട്ടോ. ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ, ഉണ്ട പിടിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റി നമുക്കത് ഇങ്ങോട്ട് വയ്ക്കാം. അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ്, ആരും മിസ് ചെയ്യരുത് കേട്ടോ. അതിനൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ബോളാക്കിയത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ബോൾസും അവിടെ ഇങ്ങനെ റെഡിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഏലക്കയാണ്, ഏലക്ക ചതച്ചയാണ്, അതിനൊക്കെ തന്നെ ശർക്കരയാണ്, പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് മാവ് കേട്ടോ, ഗോതമ്പാവ്, അതൊക്കെ തന്നെ പാൽപ്പൊടി, അതിനൊക്കെ തന്നെ പാല്. നമുക്ക് 2 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പാലാണ് നമുക്കത് ഈ ഉണ്ട വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഈ പാലൊന്ന് ആദ്യം തിളപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച് റെഡിയാക്കുക. ഒന്ന് കാച്ചതിന് ശേഷമാണ് നമുക്കത് ഉണ്ടകൾ പറക്കി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തീ ഒന്ന് കൊടുത്തിട്ട് കേട്ടോ. പാലൊന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് പാലൊന്ന് തിളച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഉണ്ട ഓരോന്നായിട്ട് പിറക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ട ഒരിക്കലും ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ, കാരണം അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യേണ്ട, തീർച്ചയായിട്ടും ഒന്ന് വരിക, കാണുക കേട്ടോ. അതൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്കൊക്കെ ഭയങ്കര കുറവാണേ. സബ്സ്ക്രൈബേഴ്സും അതിനൊക്കെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്കത് ഉണ്ടയെല്ലാം പിറക്കി നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നമുക്കത് ഈ ഉണ്ടയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഉടഞ്ഞു പോകത്തില്ല. അത്യാവശ്യം കട്ടിയുള്ള ഉണ്ട തന്നെയാണ്, ഉടഞ്ഞു പോകത്തില്ലെങ്കിലും സൂക്ഷിച്ചൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. രാവിലേക്ക് അടിപൊളിയാണ്. അപ്പോൾ ഇനി ശർക്കര ഉരുക്കി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതിനൊക്കെ നമുക്ക് ഏലക്കി, പിന്നെ അതിനൊക്കെ ഗോതമ്പ് കലക്കിയുണ്ട് 1/2 ഗ്ലാസ്. അതിനൊക്കെ പാൽപ്പൊടി 1 കവർ കേട്ടോ. 10 രൂപയുടെ 1 കവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കി വെച്ചേക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് മതി, ഗോതമ്പ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്ന കാര്യം ഇതിൻ്റെ വെള്ളത്തിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല കട്ടിയാകാൻ കുറുകാൻ വേണ്ടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കണം. പിന്നെ അതിനുശേഷം നമുക്കത് ഇതിലേക്ക് നമ്മുടെ ശർക്കരയാണ്. ശർക്കര നേരത്തെ തന്നെ ഉരുക്കി വെച്ചേക്കുന്നത് കേട്ടോ. ശർക്കര ആവശ്യത്തിന് എടുത്താൽ മതി. മധുരം നോക്കിയിട്ട് അതിനെ അളവ് പറയരുത്. മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ശർക്കരയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് ആ ഒരു ബ്രൗൺ കളർ വരും കേട്ടോ. ശർക്കരയുടെ അളവ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഏകദേശം ഒരു വലിയ സ്പൂണിൽ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ മധുരത്തിൻ്റെ അളവുണ്ട്, അതിനനുസരിച്ച് ശർക്കര ഇത് കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്, ബ്രൗൺ ആയി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഏലക്ക കേട്ടോ. പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ സ്പൂണിലേക്ക് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തേക്ക് ഇത് പാലാണ് കേട്ടോ. പാല് നമുക്കത്
പാൽപ്പൊടിയാണ് നമുക്ക് 10 രൂപയുടെ ഒരു കവറായിട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പാലിലാണ് വേവിച്ചെടുത്ത് 2 ഗ്ലാസ് പാലിലും പിന്നെ അതൊക്കെയാണ് ഇത് ഒരു കവർ പാൽപ്പൊടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം കേട്ടോ, കലക്കിയ പാൽപ്പൊടി കേട്ടോ. അപ്പോൾ അതാ ഒന്ന് ഇളക്കി തേക്കിൻ്റെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ നമ്മുടെ സംഭവം അവിടെ ഇതിന് റെഡിയാണ് കേട്ടോ. അടിപൊളി ഒരു ഐറ്റമാണ്, കിട്ടിയിലുമാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നിലവിളിക്കുക. അപ്പോൾ ദേ വരുന്നുണ്ട് അടുത്തൊരു കിട്ടിയ വീഡിയോയുമായി.